എക്സിറ്റ് പോളുകൾ തെറ്റിയ ചരിത്രമുണ്ട്. എക്സാക്ട് പോൾ എന്താണ് എന്നുള്ളത് 4-ാം തീയതി അറിയാം. ഇത് പറഞ്ഞത് നമ്മുടെ 96 മണിക്കൂർ 96 മണിക്കൂർ. ഇത് പറഞ്ഞത് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ്. അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തിലാണ്. മുഹമ്മദ് റിയാസ് അല്ല, മരിമോനിക്ക. കുപ്പായം തുന്നിയിരിക്കുകയാണ്, അമ്മായപ്പൻ ഊരി എന്ന് ഹാങ്ങറിലേക്ക് ഇടും, അപ്പൊ ചാടിപ്പിടിക്കാൻ റെഡിയായിട്ടിരിക്കുന്ന മരിമോനിക്കയാണ് പറഞ്ഞത്, മന്ത്രി റിയാസിക്കയല്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അതേസമയം കെ മുരളീധരൻ അദ്ദേഹം കുറച്ചു മുമ്പ് കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെ എല്ലാ എക്സിറ്റ് പോളുകളും ഏതാണ്ട് ഒരുപോലെ വരികയാണ് എന്നുണ്ടെങ്കിൽ അത് തെറ്റാറില്ല. അത് UDFന്റെ ഭാഗത്തുള്ള ആത്മവിശ്വാസമാണ്. രണ്ട് ആത്മവിശ്വാസങ്ങളും തമ്മിൽ മുട്ടിക്കഴിയുമ്പോൾ 4-ാം തീയതി എന്ത് സംഭവിക്കും? 4-ാം തീയതി സംഭവിക്കുന്നതിന് മുമ്പ് മുരളീധരൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, അദ്ദേഹവും ശരിക്കും ഒരു ക്ലെയിമൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹവും വിദ്യുത് ശക്തി മന്ത്രിയൊക്കെ ആയിരുന്നു. മാത്രമല്ല ഏറ്റവും പ്രഗത്ഭനായ ഒരു പിതാവിൻ്റെ മകനാണ്, ശ്രീ കെ കരുണാകരൻ്റെ മകനാണ്. ധാരാളം വർഷങ്ങൾ അദ്ദേഹം ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡിക്കൊക്കെ ഉണ്ടാക്കിപ്പോയി, ഡെമോക്രാറ്റിക് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിപ്പോയി. അത് നിൽക്കട്ടെ, എന്നാലും സജീവമായിട്ട് നിൽക്കുന്നു. പാർട്ടി എന്ത് പറഞ്ഞാലും ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റിൽ നിന്ന് വരെ അദ്ദേഹം മാറിപ്പോയി മത്സരിച്ചിട്ടുണ്ട്. പാർട്ടി പറയുന്ന കാര്യങ്ങൾ ചെയ്താണ് നിന്നിരിക്കുന്നത്. പക്ഷേ അദ്ദേഹമായിരിക്കാം ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് തന്നുകൊണ്ട് ഒരു മുഖ്യമന്ത്രി ആവുമെന്ന് വിചാരിക്കാം. കാരണം അദ്ദേഹം ഇപ്പൊ ഫോർ ഫ്രണ്ടിലേക്ക് വന്നിട്ടില്ല, ആരും അദ്ദേഹത്തിന്റെ പേരും പറയുന്നില്ല. പക്ഷേ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇന്ന് രാവിലെ ലീഗ് കൂടി VD സതീശന് പറഞ്ഞിട്ടുണ്ട്, പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം KC വേണുഗോപാൽ അദ്ദേഹം, രമേശ് ചെന്നിത്തല പോലും ശരിക്കും ബാക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ മത്സരം നടക്കുന്നത് KC വേണുഗോപാലും VD സതീശനും തമ്മിലല്ലേ? അപ്പൊ അതിനിടയിലേക്ക് ഈ പറയുന്ന മുരളീധരൻ വരുമോ? എൻ്റെ ഒരു സാമാന്യ ബുദ്ധിയിൽ ഞാൻ പറയാണ്, 2 ഇലക്ഷൻ വരും KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ. അതായത് ഒരാള് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം, അതിൽ ഇവർ തന്നെ ജയിച്ചു എന്ന് വയ്ക്കാം. ആലപ്പുഴ സീറ്റിലും MP സീറ്റിലേക്കും ഇലക്ഷൻ വരും. അത് കോൺഗ്രസ് ജയിക്കണമെന്നില്ല. കാരണം എപ്പോഴും ബൈ ഇലക്ഷൻ പ്രവചനാതീതമാണ്. കോൺഗ്രസിന് ഇനി 3.5 കൊല്ലത്തേക്ക് അധികാരമില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതായത് നാഷണൽ ലെവലിൽ, കേന്ദ്രത്തിൽ. ആ സമയത്ത് ആലപ്പുഴയിൽ അതിശക്തമായ പോരാട്ടം നടത്തിയ മറ്റു 2 മുന്നണികളും കൂടെയുണ്ട്. അവരൊക്കെ കാത്തിരിക്കുകയാണ് KC ഒന്നും ആയിക്കോട്ടെ. എന്നാൽ BJP ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് ഏറ്റവും സന്തോഷകരമായൊരു വർത്തമാനമായിരിക്കും അത്. ആലപ്പുഴയിൽ വളരെ മികച്ച പ്രകടനമാണ് BJPയുടെ NDAയുടെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചത്. ഈ ഇലക്ഷൻ്റെ എക്സിറ്റ് പോളിലും BJP നല്ലൊരു പെർസെൻറ്റേജാണ്, കൂടുതൽ ശതമാനം കാണിക്കുന്നത്. ആ സാഹചര്യത്തിൽ KC വേണുഗോപാൽ ആവണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഒരു NDA പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ളവരിക്കുന്നത്. ആലപ്പുഴയിൽ വരുമ്പോൾ അവിടെ വെച്ച് കണ്ടോളാം, ഞങ്ങൾ അവിടെ പിടിച്ചോളാം. 1 അല്ല 2. ഇവന്മാർ പറയും എന്താണ്, ജനങ്ങൾ തന്നെ ഇവരുടെ ഇത് താഴിട്ട് പൂട്ടി, സീറ്റ് താഴിട്ട് പൂട്ടി. ആ ജനങ്ങൾ തന്നെ തുറക്കും. ആ ജനങ്ങൾ തന്നെ തുറന്നിട്ടാണല്ലോ സുരേഷ് ഗോപിജി ആയത്. എൻ്റെ പ്രജിത, നമ്മളെല്ലാവരും മാധ്യമപ്രവർത്തകരാണ്. ഇന്നലെ അയ്യപ്പദാസ് എന്നൊരു മാന്യ വ്യക്തി മനോരമ ഓൺലൈനിൽ വന്ന് നിന്നിട്ട് പറയാം, തിരുവനന്തപുരം എത്തിയപ്പോൾ പറഞ്ഞു 3 സീറ്റുകൾ ബലാബലമാണ്. അതായത് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം. മുരളിയേട്ടനും ശ്രീ രാജീവ് ചന്ദ്രശേഖറും ശ്രീമതി ശ്രീലേഖ കണ്ടസ്റ്റ് ചെയ്തിരുന്ന കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഷാജി എന്ന് പറഞ്ഞൊരു മാന്യവ്യക്തി പാനലിൽ ഇരിക്കുന്ന അദ്ദേഹം പറയാം, അതെന്താ അങ്ങനെ ബലാബലം എന്ന് പറഞ്ഞാൽ നേരിയ മുൻതൂക്കം BJPക്ക് എന്നാണല്ലോ ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ ചാടി പറയാണ്. ജോണി ലൂക്കോസ് ആയിരുന്നു കൂടെ ഇരുന്നിരുന്നത്. അപ്പോൾ എക്സിറ്റ് പോള് പോലും സത്യം മറച്ചു വച്ച് അയ്യപ്പദാസിനെ പോലൊരു മാധ്യമ പ്രവർത്തകൻ BJP ബിഗ് സീറോ ആണെന്ന് പറയാനായിട്ട് കാണിക്കുന്ന ആ ഒരു ധാർഷ്ട്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വെമ്പൽ, ആന്തൽ തോറ്റുപോണേ എന്നുള്ള ആ വെമ്പലാണ് അവിടെ പുറത്തേക്ക് വന്ന് എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. അയ്യപ്പദാസ് പോലൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല. കൂടിയിരിക്കുന്ന കോപ്പാനലിസ്റ്റ് നിർത്തു, അങ്ങനെയല്ല ഇവിടെ കാണിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു BJPക്ക് മുൻതൂക്കം, നല്ല കട്ട ഫൈറ്റാണ്, പക്ഷെ BJPക്ക് മുൻതൂക്കം, ജയിക്കാൻ ചാൻസ് BJPക്ക് എന്ന് വന്നിരിക്കുന്നത്. ലിസ്റ്റിൽ എക്സിറ്റ് പോളിൽ അങ്ങനെയാണ് വന്നേക്കണം. പക്ഷേ അയ്യപ്പദാസിൻ്റെ ആക്രാന്തത്തിൽ BJPയെ തോപ്പിക്കാനുള്ള ആ വെപ്രാളത്തിൽ അദ്ദേഹം പറഞ്ഞു പോയി. അവിടെയും നേമത്തും
സമാസമമാണെന്ന്. അപ്പൊ ഇങ്ങനെയാണ് മാധ്യമങ്ങൾ കിട്ടുന്ന റിപ്പോർട്ടിനെ പോലും വളച്ചൊടിച്ച് NDAക്ക് പ്രതികൂലമായിട്ട് പറയുന്നത്. ഇത് ഇന്നലെ മറ്റൊരു കാര്യം മാം ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ബംഗാളിലെ എക്സിറ്റ് പോൾ വന്നല്ലോ. അപ്പോ BJP മുന്നേറ്റം തന്നെയാണ്. അത് എത്ര മറച്ചു വെച്ചിട്ടും കാര്യമില്ല. സത്യം പിന്നീട് ഇവര് തന്നെ പറയേണ്ടി വരും. എന്നിട്ട് ഒരു മാധ്യമം എടുത്ത് പറയുന്ന കാര്യമാണ് തിരിച്ചു വരുന്നു CPM. എവിടെ വരുന്നു എനിക്ക് മനസ്സിലായി. തിരിച്ചു വരുന്നു. നമ്മളുടെ ഇതുണ്ടല്ലോ, ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ നാട്ടിലേക്ക് തിരിച്ചു വരാൻ എന്ന്. അതുപോലെ ഈ CPMന്റെ ആൾക്കാരൊക്കെ കൂടും കുടുക്കിയെടുത്ത് AKG സെന്ററിന്നും അവരുടെ ലാവണങ്ങളുണ്ടല്ലോ MLA ഒക്കെ ആയിട്ടിരിക്കുന്ന അവളിൽ നിന്ന് തിരിച്ച് അവരുടെ വീടുകളിലേക്ക് പോകുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ബേബി പറയുന്നത് കേട്ടില്ലേ, ഇവിടെ ഇനി CPM ഭരിക്കും. 35 കൊല്ലം അനുഭവിച്ച് നാറാണക്കല്ല് എടുത്തതാണ് വെസ്റ്റ് ബംഗാളിൽ. ഇനി ബുദ്ധിയുള്ള ആരെങ്കിലും CPMനെ കൊണ്ടുവരുമോ? ഇപ്പൊ ഈ 3 ടേം കൊണ്ട് മമതയുടെ ദുർഗ ഇത് അവർക്ക് മനസ്സിലായി. ദുർഗ എന്ന് പറഞ്ഞൊരു സംഹാര രുദ്രയമാണ്, അതുപോലെ സംരക്ഷിക്കുന്ന ദേവിയാണ്. പക്ഷെ ആദ്യം ഒരു സംരക്ഷിക്കുന്ന ദേവി രൂപത്തിൽ വന്നിട്ട് പിന്നെ എല്ലാവരെയും വെട്ടി നിരപ്പാക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവിടെ മടുത്തു. ഓരോ മോദിജിയും അമിത്ഷാജിയും പങ്കെടുക്കുന്ന മീറ്റിങ്ങുകൾ എന്തുമാത്രം ജനപ്രാതിനിധ്യമാണ് ഉണ്ടായിരിക്കുന്നത്. ജനങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ട്. ഇപ്പോൾ ട്രോളുണ്ടല്ലോ, നമുക്ക് തുറക്കാൻ വയ്യ, നമ്മളുടെ മൊബൈൽ തുറക്കാൻ വയ്യ. നമ്മുടെ ഗണ്ഡി രാഹുൽ ഗണ്ഡി ഗുജറാത്ത് ഇലക്ഷന് മുമ്പ് പറയുന്നുണ്ട്, ഞാൻ ചലഞ്ച് ചെയ്യാണ്. പറയുന്നത് പാർലമെന്റിൽ നിന്നാട്ടോ. ഗുജറാത്തിൽ പൂർവാധികം ശക്തിയോടെ കോൺഗ്രസ് മുഖ്യ കക്ഷികൾ വരും. എന്തെന്തായി? പിന്നെ ഞാനല്ലെങ്കിൽ ഇവിടെ കയറില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷെ അങ്ങേർക്ക് ഭയങ്കര മറവി രോഗമുള്ളതുകൊണ്ട് പിന്നെയും കയറി. ഇപ്പോൾ എന്താ നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ 15 കോർപ്പറേഷനും BJP തന്നെയാണ് ജയിച്ചത്. ഈ അദ്ദേഹം എന്ത് ഫൂൾസ് പാരഡൈസിലായിരിക്കുന്നതെന്ന് നമുക്ക് അറിയുന്നില്ല. നേരത്തെ പ്രജിത മുരളീധരൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞ സ്ഥിതിക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ UDF തന്നെ വരാമെന്ന്. പ്രജിത ഒന്ന് ഗസ് ചെയ്യൂ, ആരായിരിക്കും UDF സഖ്യകക്ഷികളിൽ UDF അധികാരത്തിൽ വരുന്ന ഏറ്റവും മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ 96 മണിക്കൂർ ഇനി അവരുടെ എന്താണ് പള്ളിയിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങില്ല? അതാരാണെന്ന് പറയൂ. അത് ലീഗാണല്ലേ. കാരണം ലീഗിന് ഇത്തവണ കൂടി UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ അവർക്കൊരു ഭാവിയില്ല. 10 കൊല്ലമായി അവർ അധികാരത്തിന് പുറത്ത് നിൽക്കുന്നു. അധികാരം കൊണ്ട് മാത്രം മുന്നോട്ട് പോയിരുന്ന ഒരു പാർട്ടിയാണ് ലീഗ് എന്നാണ് എല്ലാ ഈ രാഷ്ട്രീയ ിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നവരൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട് LDFിലേക്ക് പോകാൻ പോലും ലീഗ് ആലോചിക്കുന്നുണ്ടാകും. ഇത് അധികാരത്തിൽ UDF വന്നില്ല എന്നെങ്കിൽ പോലും പലരും പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഇലക്ഷന് മുമ്പ് തന്നെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ എന്നും പല മാധ്യമ പ്രവർത്തകരുടെയും പല ടോക്കുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന സ്വാഗതം ചെയ്തതുമാണല്ലോ ലീഗിനെ. അതെ. അപ്പോൾ അതുപോലെ തന്നെ ഇന്നലെ എക്സിറ്റ് പോളിൽ ഏറ്റവും സങ്കടകരമായി തോന്നിയൊരു കാരണം എന്താണ്? ഇനി ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല, ഞാൻ തന്നെ ഉത്തരം പറയാം. നമ്മുടെ ജോസ് കെ മാണി 2ാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് കാണിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം അച്ഛൻ KM മാണിയെ ഇത്രയധികം അപമാനിക്കുകയും അവഹേളിക്കുകയും സഭാതലത്തിൽ പോലും അധിക്ഷേപിക്കുകയും ചെയ്തൊരു പാർട്ടിയാണ് CPM അല്ലെങ്കിൽ LDF എന്ന് പറയാം. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും ശിവൻകുട്ടിയുടെ ശിവതാണ്ഡവത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കില്ല എന്നും പറഞ്ഞ് ഇവരവിടെ കൂട്ടം കൂടി നിൽക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചെന്നില്ല, അത് മേശപ്പുറത്ത് വയ്ക്കുകയും ചെയ്തുള്ളൂ. എന്നിട്ട് പാസ്സായി എന്ന് പറഞ്ഞ് ലഡ്ഡു വിതരണം ചെയ്തൊക്കെ ഇന്നും നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതേ തുടർന്നാണ് അവിടെ ശിവതാണ്ഡവും കമ്പ്യൂട്ടർ വലിച്ചെറിയലൊക്കെ ചെയ്തത്. അങ്ങനെ സ്വന്തം അച്ഛന് നോട്ടെണ്ണൽ മെഷീനുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത്രമാത്രം അപമാനിച്ചിട്ട് ഇവരുടെ കൂടെ അദ്ദേഹം എങ്ങനെ ചേർന്നു? രാഷ്ട്രീയം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇവരുടെ കൂടെ എന്ന് ഉദ്ദേശിച്ചാൽ CPMൻ്റെ കൂടെ എങ്ങനെ ജോസ് കെ മാണി ചേർന്നു? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു അല്പമെങ്കിലും ഒരു മൊറാലിറ്റി വേണ്ടേ? ഇവിടെ സീറ്റ് കിട്ടിയാൽ ഇവിടെ, ഇപ്പുറത്തെ സീറ്റ് കിട്ടിയാൽ, ഇങ്ങനെയല്ലല്ലോ. നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ആദർശങ്ങളെക്കുറിച്ച് പോലും ആലോചിക്കണം. ജോസ് കെ മാണി തോക്കുമെന്ന് എക്സിറ്റ് പോൾ വന്നപ്പോൾ ശരിക്കും ഞാൻ മനസ്സുകൊണ്ട് ആ മാണി സാറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു പോയി കേട്ടോ. കാരണം സ്വന്തം അച്ഛനെ വരെ വിറ്റു എന്ന് തന്നെ പറയണം. അദ്ദേഹത്തിന് ഉള്ള ഒരു സൽപ്പേരിനെ ശ്രീ ജോസ് കെ മാണി വിറ്റ് സ്വന്തം ഭാവിക്ക് വേണ്ടി. പക്ഷെ എവിടെ എത്തി അദ്ദേഹം? അവിടെ പാലയിൽ തോക്കുകയാണെങ്കിൽ മുകളിലിരുന്ന്
മാണി സാർ ചിരിക്കുന്നുണ്ട്, മോനെ നിനക്കിത് വേണമെന്ന് പറഞ്ഞിട്ട്. ഇത്രയും എക്സിറ്റ് പോളിൽ വന്നിട്ട് ഞാൻ വാ എന്ന് പറഞ്ഞത് ഈ ഒരു എക്സിറ്റ് പോൾ കേട്ടിട്ടാണ്. അത് ആര് ജയിക്കുന്നു, UDF ജയിക്കുന്നു. നമ്മുടെ ഷോണും അവിടെ വളരെ ശക്തിയോടെ, NDAയുടെ ഷോണും വളരെ ശക്തിയോടെ ഞങ്ങൾ ജയിക്കുമെന്ന് വിചാരിക്കുന്ന സീറ്റുകളിലൊന്നാണ്. പക്ഷെ ജോസ് കെ മാണി തോക്കുന്നു കേട്ടപ്പോൾ ഞാൻ നീതി കിട്ടി അദ്ദേഹത്തിൻ്റെ ആത്മാവിനെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം എനിക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ആ പാർട്ടിയായിട്ടൊരു ബന്ധവുമില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു രാഷ്ട്രീയത്തെ വളരെ അടുത്ത് നോക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മാണി സാറിൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ വാന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിന്റെ ഇടയിൽ നമ്മൾ വിട്ടുപോയത് മരുമോനിക്കയുടെ കാര്യം. മരുമോനിക്ക വെച്ചാണ് നമ്മൾ തുടങ്ങിയത്. മരുമോനിക്ക നല്ല കുപ്പായൊക്കെ തൊട്ട് ഒക്കെ റെഡിയാക്കി മൾട്ടി കളറൊക്കെ ഇട്ട്, അദ്ദേഹം വെള്ളയൊന്നും ധരിക്കുന്ന അല്ല, വളരെ ഡിഫറെൻറ്റ് കളറൊക്കെ ഇടുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ നിന്ന് ചാനലുകാർ ഒരു ചാനൽ ചെല്ലും, പിന്നെ മറ്റേ ചാനൽ ചെല്ലും, ക്യൂ നിൽക്കുവാണ് കേട്ടോ. മരുമോനിക്ക പറയാണ്, ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, എക്സിറ്റ് പോളുകൾ ഒരിക്കലും സത്യമായി വരാറില്ല. അപ്പോൾ മരുമോനിക്ക ജയിക്കുന്നതാണ് എക്സിറ്റ് പോളിൽ പറയുന്നത്. അപ്പോൾ മരുമോനിക്ക് അതും തെറ്റാണെന്നാണോ പറയുന്നത്? അപ്പോൾ തനിക്ക് വേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും മറ്റേ കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് കാണുന്നത്. മരുമോനിക്ക പറയുന്നുണ്ട്, ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ 82,000 വോട്ട് കിട്ടിയിട്ടാണ് അദ്ദേഹം ജയിച്ചത്. ഭൂരിപക്ഷമല്ല കേട്ടോ, 82,000 വോട്ട് കിട്ടി. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അന്നേ ഞാൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു തോക്കുന്നു, പക്ഷെ അന്നേ ഞാൻ പറഞ്ഞു 82,000 വോട്ട് കിട്ടുന്ന അത്രയും കിട്ടും. എന്നാൽ മരുമോനിക്ക പറയട്ടെ എത്ര വോട്ട് കിട്ടും LDF എന്ന് പറയട്ടെ. അല്ല, LDF ഇതിൽ അധികാരത്തിലേക്ക് വരുന്നല്ലാണ്ട് കൃത്യമായി എത്ര വോട്ട് കിട്ടുന്നെന്ന് ഒരു പ്രവചനം നടത്തട്ടേന്നേ. പക്ഷെ നടത്തൂല. കാരണം മരുമോനിക്ക നമ്മൾ അറിയുന്ന എന്താണെന്ന് വെച്ചാൽ അദ്ദേഹവും ഒരു ഓട്ടത്തിലാണ്. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയെങ്കിലും അമ്മായിപ്പം പോകുമ്പോൾ എനിക്കങ്ങോട്ട് തന്നിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പിന്നെന്താ പ്രസക്തി? ഇദ്ദേഹം പലർക്കും, പല LDFൻ്റെ നേതാക്കന്മാർക്കും ഇദ്ദേഹം കയറി വരുന്നതിൽ താല്പര്യമില്ല എന്നാണ് അറിയുന്നത്. ഇദ്ദേഹത്തിൻ്റെ മരുമകനാണ്, നമ്മുടെ ക്യാപ്റ്റൻ്റെ മരുമകനായതിനു ശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹം ശരിയാണ് DYFയുടെ അതിൻ്റെയൊക്കെ ആയിരുന്നു, പക്ഷേ ഒരു ലോക്കൽ ബോഡി ഇലക്ഷനിൽ പോലും തോറ്റിട്ടുള്ളൊരു വ്യക്തിയാണ്. പിന്നെ ഇദ്ദേഹം നമ്മുടെ ക്യാപ്റ്റൻ തെരഞ്ഞു പിടിച്ച് നല്ല സീറ്റ് കൊടുത്തപ്പോൾ അവിടെ നിന്ന് ജയിച്ചു എന്നല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഒരു ക്രൗഡ് പുള്ളറോ ജനകീയനായൊരു വ്യക്തിയാണെന്ന് തോന്നില്ല. അങ്ങനെയാണ് ഇത്രയൊന്നും തോക്കേണ്ട ആവശ്യമില്ല എന്ന് കൂടെ നമുക്ക് പറയാം. പ്രത്യേകിച്ചും LDFൻ്റെ CPMൻ്റെ ഒരു കാൻഡിഡേറ്റ് ആയിരിക്കുമ്പോൾ CPM കോട്ടകളിലാണ് അദ്ദേഹം നിർത്തിയിരിക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിന് ഇപ്പോൾ ടെൻഷനാണ്. ഞാൻ തയ്പ്പിച്ച് വെച്ച ഡ്രസ്സുകളൊക്കെ എന്ത് ചെയ്യും? വെറുതെ ആകും, അത് ഉറപ്പല്ലേ. പക്ഷേ വെറുതെ ആകാണ്ടിരിക്കണമെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം കിട്ടണം. എന്നാൽ മാത്രമേ കൊടി വെച്ച കാറിൽ പറക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ സ്വന്തം കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പോകേണ്ട ആവശ്യമില്ല. ആ മണ്ഡലം മാത്രം ജയിക്കുകയാണെങ്കിൽ അദ്ദേഹം ജയിക്കും തന്നെയാണ് എക്സിറ്റ് പോൾ പറഞ്ഞിരിക്കുന്നത്. ആ മണ്ഡലത്തിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയല്ലോ. അതുപോലത്തെ വേവലാതിയിലാണ് CPMലെ പലരും. ഇപ്പോൾ കോൺഗ്രസ്സിലെ മുഖ്യമന്ത്രിക്ക് വേണ്ടി പരസ്യമായി അടിപിടി കൂടുന്നുണ്ട് എങ്കിൽ CPMൽ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ തന്നെ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ സജീവമായിട്ടും ക്യാപ്റ്റൻ്റെ ഇതിന് വേണ്ടിയിട്ട് എൻ്റെ മേത്ത് പതിയണമേ എന്ന് വിചാരിച്ച് ക്യാപ്റ്റൻ്റെ പുറകെ നടക്കുന്ന പലരുണ്ട്. എന്തായാലും അദ്ദേഹത്തിനൊരു വാക്കുണ്ടാവുമായിരിക്കും, അദ്ദേഹത്തിനൊരു സേ ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നില്ല ശ്രീ പിണറായി പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിന് താല്പര്യം കാണിക്കുമെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അത്രയും നല്ലതല്ല. പിന്നെ 2 പ്രാവശ്യം മുഖ്യമന്ത്രി ആയിരുന്നതിന് ശേഷം പ്രതിപക്ഷ നേതാവായിട്ട് ചിലപ്പോൾ പറയും എനിക്ക് വേറെ ആരെയും ഇല്ല, ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് ചിലപ്പോൾ വന്നിട്ട് അദ്ദേഹം ചാർജ് എടുത്തിട്ട് മരുമകന് ആ സ്ഥാനം കൊടുത്ത് പുറകിലേക്ക് വലിയാനും ചാൻസ് ഉണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇനി വരാൻ പോകുന്ന ഭരണം അത്ര എളുപ്പമായിരിക്കില്ല. ശക്തമായ പ്രതിപക്ഷം തന്നെയായിരിക്കും. NDA ഉൾപ്പെടെ NDAക്കും സീറ്റുകൾ ഉണ്ടാകും. ഇവരൊക്കെ ഈ മൃഗീയമായ ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥ തന്നെയായിരിക്കും. അതാണ് എപ്പോഴും ജനങ്ങൾക്കും നല്ലത്. അവരെ കൺട്രോൾ ചെയ്യാനും അവർ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് കാണിക്കാനും അവിശ്വാസ പ്രമേയങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അത് കൊണ്ടുവരാനും സഭയിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് എഴുന്നേറ്റെന്ന് പറയണമെങ്കിൽ ഒരു നല്ല ഭൂരിപക്ഷം വേണം. അങ്ങനെ തന്നെയാണ് എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത്. ആരധികാരത്തിൽ വന്നാലും ഇതുപോലത്തെ 99 വോട്ട് എന്നുള്ള മൃഗീയമായൊരു ഭൂരിപക്ഷം ഉണ്ടാവില്ല. 70-75 സീറ്റ് ഭരിക്കുന്ന കക്ഷികൾക്കും 60-65 സീറ്റുകൾ പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് കേരളത്തിന് നല്ലത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്,
4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4Nനും കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.